കേരവൃക്ഷങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന മനോഹരമായ ഈ നാടിന്റെ പച്ചപ്പ് എത്രനാൾ നമ്മുടെ കണ്ണുകൾക്ക് ഹരം പകരുമെന്നത് തികച്ചും സന്ദേഹം നൽകുന്ന ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. കേരളത്തിനേക്കാൾ കൂടുതൽ തെങ്ങുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ കാണാൻ കഴിയും. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള തേങ്ങയ്ക്ക് പോലും നാം അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. തെങ്ങിൽ നിന്നും തേങ്ങയും വെളിച്ചെണ്ണയും മാത്രം കിട്ടിയിരുന്ന ഒരു കാലം മാറിയിരിക്കുന്നു. ഏകദേശം 50 മുതൽ 100 വരെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാവുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായ കോക്കനട്ട് ചിപ്സാണ് ഇന്ന് ഞാറ്റുവേലയിൽ പരിചയപ്പെടുത്തുന്നത്. ഇളനീർ ക്രഞ്ച് എന്നറിയപ്പെടുന്ന ഈ സ്നാക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചർ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കാവ്പ്രാടാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം കൃത്യമായി സംഭരിച്ചില്ല എങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആവശ്യമായ ടെക്നോളജിയുടെ അഭാവമാണ് ഒരു കാരണം. നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിന് ശേഷം വിപണിയിലെത്തുമ്പോൾ കർഷകന് അവന്റെ അധ്വാനത്തിന്റെ ഫലം കിട്ടാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില 80% വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാവ്പ്രാഡിന്റെ നേതൃത്വത്തിൽ ഇത്തരം ആലോചനകൾ നടക്കുന്ന സമയത്താണ് കോള കമ്പനികൾക്കെതിരെ പ്ലാച്ചിമടയിൽ നടക്കുന്ന സമരം ജനങ്ങൾ വീക്ഷിച്ചു തുടങ്ങിയത്. കോള നിർമ്മാണം കേരളത്തിൽ നിന്നും മാറി തമിഴ്നാട്ടിൽ നടക്കുകയും കേരള മാർക്കറ്റിൽ വിറ്റഴിയുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ ബദൽ പാനീയം ഉണ്ടാക്കിയെടുക്കുക എന്നതിൽ നിന്നാണ് കരിക്കൻ വെള്ളം സംസ്കരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് കാവ്പ്രാഡ് ആലോചിക്കുന്നത്. DFRL, CFTRI പോലുള്ള മറ്റ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഇതിനൊരു ചെറുകിട ടെക്നോളജി നമുക്ക് ലഭ്യമല്ലായിരുന്നു. ആ ഒരു സ്ഥിതിയിലാണ് നമ്മളൊരു സ്വന്തം ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് കൊണ്ടുവരികയും അതിലൂടെ കരിക്കിൻ വെള്ളം 15 ദിവസം മുതൽ 60 ദിവസം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ളൊരു ടെക്നോളജി നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് വികസിപ്പിച്ചെടുക്കുകയും ഇളനീർക്കൂൾ എന്നുള്ള ഒരു ബ്രാൻഡിൽ ഈ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു സ്വീകരണം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹം അതിന് നൽകിയൊരു സ്വീകാര്യത വളരെ വലുതായിരുന്നു. ഒരു നാച്ചുറൽ ഡ്രിങ്ക് എന്നുള്ള നിലയ്ക്ക് മറ്റ് സിന്തറ്റിക് ഡ്രിങ്കുകളെ അപേക്ഷിച്ച് അല്പം വില കൂടുതലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അടക്കം മനസ്സിലാക്കിയ കേരളീയ സമൂഹം ഒരു 2 വർഷം കൊണ്ട് ഇതിനെ നെഞ്ചിലേറ്റുന്നൊരു സ്ഥിതിയുണ്ട്. ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത വസ്തുവായ കോക്കനട്ട് ചിപ്സിന്റെ പിറവി. കോക്കനട്ടിൻ്റെ ഒരു ചിപ്സ് ഉണ്ടാക്കിയിട്ട് അതിന് അത്യാവശ്യം ഫ്ലേവറുകൾ ചേർത്തിട്ട് മറ്റ് ദോഷകരമായ രാസവസ്തുക്കൾ ചേർക്കാതെ കുട്ടികളുടെ അമിതവണ്ണം പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു സ്നാക്സ് കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇളനീർ ക്രഞ്ച് എന്ന പേരിൽ കോക്കനട്ട് ചിപ്സ് വിപണിയിൽ ഇറക്കുന്നത്. ഈ ചിപ്സ് വിപണിയിൽ ഇപ്പം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇതിന് നമ്മുടെ ഈ പൊതുസമൂഹം നൽകിയിട്ടുള്ള ഒരു സ്വീകരണവും വളരെ വലുതാണ്. കേരളത്തിൽ പൊതുവെ കഴിഞ്ഞ 2 വർഷക്കാലത്തോളമായി നാച്ചുറൽ ഡ്രിങ്കിലേക്കും നാച്ചുറൽ ഫുഡിലേക്കും ഒക്കെ മാറുന്നതിനുള്ള ഒരു വലിയ ടെൻഡൻസി ആളുകളുടെ ഇടയ്ക്ക് കാണുന്നുണ്ട്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് ഈ ഇളനീർ ക്രഞ്ചിന് സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ മൂവാറ്റുപുഴയിലുള്ള പൈനാപ്പിൾ ഉപഗ്രഹ സംഭരണ കേന്ദ്രമായ പൈൻശ്രീയുമായി ചേർന്നാണ് കാവ്പ്രാഡ് കോക്കനട്ട് ചിപ്സിന്റെ പ്രവർത്തനം തുടങ്ങിയത്. കുടുംബശ്രീയുടെ മാറാടി യൂണിറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയും ഇതിനാവശ്യമുള്ള മെഷീനറികൾ കാവ്പ്രാഡ് തന്നെ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയും ഇതിനാവശ്യമുള്ള ട്രെയിനിങ് അവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അതുകൂടാതെ തന്നെ CPCRI കാസർഗോഡ് ഈ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടുപോയിട്ട് അവരെ അവിടെ താമസിപ്പിച്ച് ഇതിനുള്ളൊരു പരിശീലനം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നാളികേര വികസന ബോർഡിൻ്റെ സപ്പോർട്ട്, ട്രെയിനിങ് സപ്പോർട്ട് നമ്മളെടുത്ത് കുടുംബശ്രീ അംഗങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കൂടാതെ ഇതിനൊരു മാർക്കറ്റബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് കാവ്പ്രാഡിൻ്റെ ഒരു റിസർച്ച് ടീമിൻ്റെ നേതൃത്വത്തിലുള്ള പഠനങ്ങളും പ്രവർത്തനങ്ങളും കൂടെ നമ്മളതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. 6 മുതൽ 9 മാസം വരെ പ്രായമായ കരിക്കിനും തേങ്ങയ്ക്കുമിടയിലുള്ള മഞ്ഞിങ്ങയാണ് കോക്കനട്ട് ചിപ്സ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്. ഇതിനായി ആദ്യം തേങ്ങ പൊട്ടിച്ച് വെള്ളം നീക്കം ചെയ്യുന്നു. ഇനി തേങ്ങയ്ക്കുള്ളിൽ നിന്ന് കാമ്പ് ഇളക്കിയെടുക്കണം. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കുടുംബശ്രീ അംഗങ്ങൾ ഓരോ ജോലികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്തതായി കാമ്പിന് പുറമെയുള്ള കരിന്തൊലി നീക്കം ചെയ്യുന്നു. ടെസ്റ്റ റിമൂവർ എന്ന യന്ത്രം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ആദ്യകാലത്ത് കത്തി ഉപയോഗിച്ചായിരുന്നു പുറംതൊലി നീക്കം ചെയ്തിരുന്നത്. എന്നാൽ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിന് ടെസ്റ്റ റിമൂവർ സഹായിക്കുന്നു. ഇങ്ങനെ വൃത്തിയാക്കിയ തേങ്ങ പല പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുന്നു. ഇത് പിന്നീട് കോക്കനട്ട് സ്ലൈസർ ഉപയോഗിച്ച് 1 മില്ലിമീറ്റർ കനത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നു.
സ്ലൈസ് ചെയ്ത തേങ്ങ 3 പ്രാവശ്യമെങ്കിലും പച്ചവെള്ളത്തിലും 1 പ്രാവശ്യം ചൂടുവെള്ളത്തിലും കഴുകിയെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയുടെ അംശം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുന്നു. പഞ്ചസാര ലായനിയും രുചി അനുസരിച്ച് ആവശ്യമായ പ്രകൃതിദത്ത പഴച്ചാറുകളും ചേർത്ത മിശ്രിതത്തിൽ സ്ലൈസ് ചെയ്ത തേങ്ങ 1 മണിക്കൂറോളം മുക്കിവെക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാരയുടെയും പഴച്ചാറിന്റെയും അംശം തേങ്ങയിൽ പറ്റിപ്പിടിച്ച് മധുരവും ആകർഷകമായ രുചിയും പ്രദാനം ചെയ്യുന്നു. ഇത് പിഴിഞ്ഞ് ഒരു കുട്ടയിലേക്ക് മാറ്റുന്നു. ഒരു ട്രേയിൽ ബ്ലോട്ടിംഗ് പേപ്പർ വെച്ച് ഇങ്ങനെ തയ്യാറാക്കിയ സ്ലൈസ്ഡ് ചിപ്സ് അതിൽ നിരത്തുന്നു. ഇത് ഹോട്ട് എയർ ഓവനിൽ 70 ഡിഗ്രി സെൽഷ്യസിൽ 5 മണിക്കൂർ വെച്ച് ജലാംശം പൂർണ്ണമായും നീക്കം ചെയ്യുന്നു. ഇളനീർ ക്രഞ്ചിന്റെ നിറം അതിന്റെ മാർക്കറ്റിംഗിൽ ഒരു പ്രധാന ഘടകമാണ്. അധികം ചൂടാക്കിയാൽ കരിഞ്ഞ് നിറം മാറി ഉപയോഗശൂന്യമായി തീരാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ ഊഷ്മാവ് നൽകേണ്ടത് ആവശ്യമാണ്. ജലാംശം പൂർണ്ണമായും മാറി 5 മണിക്കൂറിന് ശേഷം പുറത്തെടുത്ത് ഇത് പാക്ക് ചെയ്യാവുന്നതാണ്. മറ്റ് ചിപ്സുകൾ ഇതിന് ഫ്രൈയിങ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത, പ്രത്യേകിച്ച് എണ്ണയിൽ വറുക്കുമ്പോൾ നമ്മൾ കോക്കനട്ട് ചിപ്സിനെ
ഒരു ഹോട്ട് എയർ ഡ്രൈയിങ് പ്രോസസ്സിലൂടെയാണ് ചിപ്സാക്കി മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഴകിയ എണ്ണയിൽ വീണ്ടും വീണ്ടും വറുക്കുന്നു എന്ന് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഈ കോക്കനട്ട് ചിപ്സ് മുക്തമാണ്. ശരിക്കും ഹോട്ട് എയർ ഡ്രൈയിങ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 100% കൊളസ്ട്രോൾ ഫ്രീ എന്ന് പറയാൻ കഴിയും. അതിനെ നമ്മൾ മെറ്റലൈസ്ഡ് പില്ലോ പൗച്ചുകളിലും സ്റ്റാൻഡി പൗച്ചുകളിലും ഒക്കെ പാക്ക് ചെയ്തിട്ടാണ് വിപണിയിലേക്ക് വിടുന്നത്. 40 ഗ്രാമുള്ള സ്റ്റാൻഡി പൗച്ചിൽ പാക്ക് ചെയ്യുന്നതാണ് മാർക്കറ്റിൽ പ്രിയം. ഒരു ദിവസം 100 കിലോഗ്രാം കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. കേരളവും ഉത്തരേന്ത്യയുമാണ് പ്രധാന മാർക്കറ്റ്. ഇതുകൂടാതെ പില്ലോ പൗച്ചിലും പാക്ക് ചെയ്യാവുന്നതാണ്. പില്ലോ പൗച്ചിൽ നിറയ്ക്കുമ്പോൾ ചിപ്സിന്റെ പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ നൈട്രജൻ ഗ്യാസ് നിറയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ ആദ്യമായി നിർമ്മിച്ചപ്പോൾ അതിനു വേണ്ട യന്ത്രസാമഗ്രികൾ കണ്ടെത്തേണ്ടതായി വന്നു. ഇപ്പോൾ ടെസ്റ്റർ റിമൂവ് ചെയ്യുന്നതിനും കോക്കനട്ടിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് അതിന് നമ്മുടെ ഒരു എൻജിനീയറിംഗ് ടീം തന്നെ അതിന് വേണ്ടിയിട്ട് കുറേ നാളുകൾ പഠനം നടത്തുകയൊക്കെ ചെയ്തിട്ട് ഷെല്ല് റിമൂവ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെസ്റ്റർ റിമൂവ് ചെയ്യുന്നതിനൊക്കെയുള്ള മിഷനറികൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനൊരു സ്പെഷ്യൽ ഡിസൈൻസാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. എക്കാലവും പുതുമയുള്ള ഉൽപ്പന്നങ്ങളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചിരുന്ന മാറാടി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രൊജക്റ്റായ പൈൻ ശ്രീയിൽ അംഗങ്ങളാണ് ഈ പ്രൊജക്റ്റിലെയും അംഗങ്ങൾ. പ്രൊജക്റ്റിന്റെ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയ ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാവുകയായിരുന്നു. ഈ സ്ത്രീകളുടെ കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് ഇളനീർ ക്രഞ്ച് എന്ന ഈ മൂല്യവർദ്ധിത ഉൽപ്പന്ന സംരംഭത്തിന്റെ വിജയത്തിലെ മുഖ്യ ഘടകം. നമുക്കറിയാം, ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ സ്ട്രഗിൾ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിലൊക്കെ സഹകരിക്കുന്നതിനും പുതുതായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു, പ്രത്യേകിച്ചും അവരുടെ സമയവും അവരുടെ അധ്വാനവും ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കുന്നതിനും അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു ഭാവിയിലേക്കാണെങ്കിലും ഒരു പ്രോസസ്സിംഗ് പഠിക്കുക എന്നുള്ള അവരുടെ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടി കൂടിയാണ്. അതിനുള്ളൊരു ശ്രമങ്ങളും അതിനുള്ളൊരു പൂർണ്ണ പിന്തുണയും അവർ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പുറത്തിറക്കാനും കൂടെ ഇത്ര വേഗം പുറത്തിറക്കുന്നതിന് കൂടി സാധിച്ചത്. CFTRI പോലെയുള്ള പ്രമുഖ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇവരെ ഇത്തരമൊരു ദൗത്യമേൽപ്പിക്കാൻ കഴിഞ്ഞത്. കേവലം വീട്ടിലും പരിസരത്തുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഇപ്രകാരം ഒരു പുതിയ തൊഴിൽ സംസ്കാരത്തിന്റെ പങ്കാളി